അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നോങ് ഷോ പിന്നെ എലിഫൻറ്റ് ഷോ അത് കാണാനാണ്. നമ്മളിവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളെ ആൾ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ ഫാനാട്ടോ, വലിയ ഫാൻ. ഇങ്ങനെ നല്ല കാറ്റുണ്ട്. കാണാൻ തന്നെ ഭംഗിയിട്ട് വരുമ്പോൾ ഫുള്ള് മരങ്ങൾ, ചെറിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അടിപൊളി. ടിക്കറ്റ് കണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ടൂർ ഏജൻറ്റ്. ഇവിടെ ഷോൻ്റെ ടൈമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അതായത് സ്റ്റാർട്ട് 10:30, എൻഡ് 11:30. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് 11:30 to 12:30. അങ്ങനെ ടൈമാണ്. 1 hour ഷോ ഉള്ളത് കേട്ടോ. അങ്ങനെ മൊത്തം 4 ഷോ ഉള്ളത്, 4 റൗണ്ടാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഈ കുട്ടികളൊക്കെ ഉണ്ട് കളിക്കും. ഡൈനോസറുകളുണ്ട് കേട്ടോ, ഡൈനോസറുകളുണ്ട് ഇവിടെ. ആക്ച്വലി എവരി എൻട്രൻസ് ടിക്കറ്റ് സ്കാൻ ചെയ്താൽ ടിക്കറ്റ് കയറാൻ പറ്റും. ഇവിടെ സ്കാൻ ഉണ്ട്. നമ്മളെ നിങ്ങൾ പ്രവേശിക്കുന്ന സ്കാൻ ചെയ്യണം. ടിക്കറ്റ് നമുക്ക് കിട്ടണം. അതേപോലെ ടിക്കറ്റ് അവിടെ തരും. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് നമ്മളെ ആൾ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. സ്കൈ ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. വെയിറ്റിംഗ് ആണ്. ഇവിടെ അതേപോലെ തന്നെ കേട്ടോ. ഫുഡ് പിന്നെ ബിയറ്, ലിക്വിഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് പാക്കായിട്ട് തരുന്നത്. ഒരു കപ്പിൽ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കാം. ഇവിടെ ചലിക്കണ ഡിനോസറുണ്ട്. അപ്പോൾ ചലിക്കുന്നുണ്ടെന്ന് ഇവിടെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ചലിക്കണുള്ളത് പോയോ? ചലിക്കണല്ലോ. ഉള്ള ദിനോസറിൻ്റെ ടോയ്സുകളാണോ? ദിനോസർ ടോയ്സുകളാണ് കൂടുതലുള്ള അവിടെ. ഡൈനോസർ ഇവനാണ് നമ്മൾ പേടിക്കുന്നത്. ഇവരൊക്കെ ചലിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്റ്റിക്കർ തരുന്നുണ്ട്, ടിക്കറ്റ് തരുന്നുണ്ട്. 200 baht on ticket rate. Thank you, Roshan bhai. Ticket. Thank you. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. എലിഫൻറ്റ് ഷോ ടിക്കറ്റ് ആണ് അത്. ഇപ്പോൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കയറി എല്ലാവരും സ്കാൻ ചെയ്തിട്ടാണ് കയറാം. ഇനി ഇത് 2 സ്കാൻ ഉണ്ട്. ഏത് ചെയ്താലും ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മളാളെ അവിടെ പോയി നോക്ക് വില്ലേജ് ഗാർഡനിലാണ്. ഇതൊക്കെ ഇവിടെ ഉള്ള ഓരോ വണ്ടി കേട്ടോ. പക്ഷേ ഇത് എൻ്റെ അടുത്താണ്. ഇതെന്തിനാണ് ഇവിടെ ഓരോ വണ്ടികളുണ്ട്. എന്ത് വണ്ടി അറിയില്ല. ഈ ഡൈനോസർ പാർക്കിൽ നമ്മൾ ആ സിനിമയിലെ കണ്ടില്ല ഇങ്ങനത്തെ വണ്ടി. ഇത് കറണ്ടിനാട്ടോ. ഇതിവിടെ ഓടുന്ന വണ്ടിനെ തോന്നുന്നു. ക്രെയിനുണ്ട്. ക്രെയിൻ ഇവിടെ ആവശ്യം വരും. കാരണം ചെടികളൊക്കെ നമ്മളായിട്ടുണ്ട്. ഇതേപോലത്തെ ചെടി ഉണ്ടല്ലോ, ആ മുള്ളില്ല, അതിൻ്റെ സാധനം, സെയിം സാധനം കാർട്ടൺ. ഇവിടെ കിട്ടത് ചൂട് നിയന്ത്രിക്കാനാണെന്നാണ് പറഞ്ഞത്. നനയ്ക്കാണ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മുൾച്ചെടികൾ ഇതുകൊണ്ട് വലിയൊരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ബെഡ് ചെയ്ത് പിടിപ്പിച്ച് ഉണ്ടാക്കിയാണ്. അയ്യോടാ എലിഫൻസ്. ആനകളുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് ആനകൾ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക തണുപ്പാണല്ലോ. ഇവിടെ ആനയിലൊപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ടിപ്പാട്ടോ. 10 baht, 20 baht. ഒരുപാടാണ്. ഇതൊക്കെ ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാനാണ്. ഇതിലേക്ക് സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാടാനുണ്ട്. ഇത് കുളിക്കലും കുടിക്കലൊക്കെ ഇവിടെ തന്നെ. പക്ഷെ നമ്മളെ അടുത്ത സ്മെല്ലില്ല കേട്ടോ. വെള്ളം ചീറ്റുന്ന പേടി. അപ്പം അങ്ങോട്ട് മാറാം. ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ കാണുന്നുണ്ട്. ചെടി, കല്ലൊക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ.
ഒരു പ്രത്യേക വൈബ് ഇവിടെ കേട്ടോ. മുകളിലൊക്കെ അടിപൊളി. ചൂട് നിയന്ത്രിക്കുന്ന തന്നെ സംഭവം. ചൂടില്ല ഇവിടെ നിന്നിപ്പോൾ തണുപ്പുണ്ട്. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനോ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫുഡ് കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഫുഡ് വാങ്ങി കഴിക്കുക, ലിക്വിഡ് വാങ്ങി കഴിക്കുക, ലിക്വിഡ് വാങ്ങി കഴിക്കുക, എല്ലാം പബ്ലിക്. ജ്യൂസ് എല്ലാം ആദ്യം കൂപ്പൺ എടുക്കണം. അതുണ്ടല്ലോ എന്തൊക്കെ കാണും ദൈവങ്ങളായി. ഇതിന് മുകളിൽ സ്റ്റെപ്പ് കയറി പോകണം നമുക്ക്. ടിക്കറ്റ് മൂന്ന് വിഭാഗമായിട്ടുണ്ട്. അത് കയറാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഒരു വിഭാഗം കയറി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് നമുക്ക് ഇതിനുള്ളിലാണ്. ബഫയാണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ ആദ്യം നമുക്ക് വാഷ് ടോയ്ലറ്റിൽ കയറണം. പോവാം. ഇവിടെ ഏകദേശം ആൾക്കാരൊക്കെ ഇന്ത്യൻസാണ്. ഇതൊക്കെ ഇന്ത്യൻസ്. തമിഴ്നാട്, കേരള. സലാഡ് ബാറോ ഫുഡ് ഐറ്റംസ് വെജിറ്റേറിയൻ കൂടുതൽ. വെജിറ്റേറിയൻ സൂപ്പ്, വെജിറ്റേറിയൻ കുറുമ, ഉള്ളി സലാഡ് എല്ലാം എന്താ ഉള്ളത് അറിയില്ല. ഇവിടെ ജ്യൂസ്, കോഫി. ഇത് പച്ചക്കറി രസം അടുത്ത പോലെ. പിന്നെ ചില്ലി. ഇതും ഇതുപോലെ എന്തോ സംഭവം. ചിക്കനുണ്ട്. പിന്നെ ഐറ്റംസ് ചോറ്. ഇത് പരിപ്പ് കറി, സാമ്പാർ, പൊറോട്ട, ചപ്പാത്തി. ലെമൺ റൈസ് ഉണ്ട്. ലെമൺ റൈസ് ഫുഡ് കഴിച്ച് ഇനി നമ്മൾക്ക് അടുത്ത സഫാരി. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ് ഒരാൾക്ക് 100 ബാത്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 16 ആളുണ്ട്. 1600 ബാത്ത് വരും. അപ്പോൾ വണ്ടി എടുക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നോക്കുകയാണ്. വണ്ടി ആക്റ്റീവായിട്ട് അതൊക്കെ ഇലക്ട്രിക്കാണ്. വണ്ടി ബസ് കയറിട്ടോ 200 ബാത്താണ് ഒരാൾ ടിക്കറ്റ് റേറ്റ് കേട്ടോ. നമ്മൾ പോയി നോക്കാം എന്തൊക്കെയാണ് കാണാനറിയില്ല. ഇങ്ങനെ കാണാണ്ട് ഒരുപാട് കാണാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ കേശവനെ പോലത്തെ ഇത് ഡൈനോസർ, എലിഫന്റ്, ആന ഒക്കെയാണ് കൂടുതലുള്ളത്. ഒരുപാട് ചെടികൾ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ ആടാ പശുക്കൾ ഉണ്ട്. പിന്നെ മാനുകളുണ്ട്, കമ്പുള്ള മാനുകളൊക്കെ. ഇതൊക്കെ നമ്മൾ കോൺക്രീറ്റാണ് കേട്ടോ, സിമെൻ്റ്. ഒരുപാടുണ്ട്. നല്ല മനോഹരമൊക്കെ കാഴ്ച. നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോകണ പോലെ തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ള് ആനകൾ കേട്ടോ. ആനകൾ. ഇത് നമ്മുടെ ബസ് ക്യൂവിൽ വന്നു. നമ്മോട് പറയുന്നത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ പോവാം. ഇവിടെ എന്തൊക്കെ ഫോട്ടോ എടുക്കാനുണ്ടെന്നാണ്. എന്തൊക്കെ എടുക്കണമെന്ന് അറിയില്ല. പക്ഷെ ഇതൊക്കെ എന്താ, ഇത് മണ്ണാണ്. പ്യുവർ മണ്ണും സിമെൻറ്റും കൂട്ടിയുണ്ടാക്കിയത്. ഇതൊക്കെ മണ്ണാണ്. മണ്ണ്. ഓ, ഇവിടെ മണ്ണ് കൊണ്ട് ജീപ്പ് കണ്ടോ. ജീപ്പ് നമ്മുടെ നാട്ടില് ഇത് ശിലാവിളക്കിൻ്റെ മറ്റേ സാധനം. നമ്മളെ വണ്ടി പോവോ? ഡ്രൈവർ ആരാ? മനോഹരമായ കാഴ്ചകൾ കേട്ടോ. സ്നോ പ്രൊഡക്ഷൻ. ഇതിപ്പോൾ ഇങ്ങനത്തെ സംഭവം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ വെഡ്ഡിങ് ഷൂട്ട് കൊണ്ട് നിറയും. ഇവിടെ ഷൂട്ടും ഫോട്ടോ എടുക്കലാണ് കൂടുതലുള്ളത്. ഇതിനൊക്കെ വെച്ച് ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കണമെങ്കിൽ 1 ബാത്ത് കൊടുക്കേണ്ടി വരും. 50 ബാത്ത്. ഈ ജന്തുക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ കൂടെ ദേവു അടിപൊളിയാ. അവിടെ കോറുണ്ട്. ഡൈനോസറുകൾ, കുഞ്ഞുങ്ങൾ, വലുത് എല്ലാം ഉണ്ട്.
കണ്ടൊക്കെ സെറ്റായിട്ടോ. വീണ്ടും ഇതാണ് മറ്റേ പാല് കടഞ്ഞില്ലേ സംഭവം നാഗാസനം. ഇത് നടക്കാന്നുള്ള സംഭവം മുകളിലേ മുകളിലൊക്കെ നടക്കുന്നു. ഒരു ദിവസം മൊത്തം കറങ്ങണല്ലേ. മുകളിലൂടെയൊക്കെ ഫുട്പാത്ത് ഉണ്ടാവും. അപ്പം അതിനാണ് ഇവിടെ ഓരോ ഇത് മറ്റേ അർജുൻ്റെ ഒക്കെയാണ്. അർജുന ഇവരെ രീതിയിലായിട്ട് വരച്ചാണ് മാന്മയുടെ കാട്ടി. ആഹാ പുഴങ്കല്ല് ഉപയോഗിച്ചുണ്ടാക്കിയാണ്. പുഴയിലെ കല്ലുകൾ മൊത്തം ചുറ്റി കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ പ്രതിമ ഉണ്ടാക്കി കോൺക്രീറ്റിൽ. സൈഡ് മൊത്തം പാറ കേട്ടോ. ഇവിടെ ഡൈനോസർ ഉണ്ട്. ഡൈനോസർ വലിയ ഡൈനോസർ. ഡൈനോസർ വേൾഡ്, ഓൺലി ഡൈനോസർ വേൾഡ്. വേറെ വലിയ ഡൈനോസർ. അത് പൊളിക്കാൻ നോക്കട്ടോ. എത്ര പണിയെടുത്തില്ല ഉണ്ടാക്കാൻ. ഡൈനോസറിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ വന്ന് പെട്ടിരിക്കണം കേട്ടോ. എൻ്റെ മോനെ കിടക്കണം മുകളിൽ. ഡൈനോസർ മീനെ പിടിച്ചിട്ടുണ്ട്. ഇവന് മീനെ തിന്നെയാണ്. പല്ലൊക്കെ ഉണ്ടോ എൻ്റെ കഴിഞ്ഞടാ. കാര്യമില്ല. വണ്ടുകളുടെ കൂടാരം. വണ്ടുകൾ നമ്മൾ മുകളിലേക്ക് കയറിപ്പോൾ മുകളിൽ നോക്കി എല്ലാ ഭാഗങ്ങളും സിറ്റായിട്ട് കാണാം കേട്ടോ. വ്യൂ കേട്ടോ. ഓ ഗാർഡൻ അടിപൊളി. ടോപ്പ് വ്യൂ പറഞ്ഞാൽ നമ്മൾ ഡൈനോസറിൻ്റെ ആ സ്ഥലത്ത് വന്നിട്ട് ടോപ്പ് വ്യൂ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ആ മല പൊട്ടിയിട്ട് ഇത് ഒരു ഉരുള് പൊട്ടി ഒലിച്ചു വന്നതാണ് ഇങ്ങനെ പിടിക്കും. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി വരും. പാറപ്പുറം അല്ല കല്ല് അല്ല ഇത്ര ലോഡ് കല്ലുകളൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നടക്കുക. ഒലിച്ചു വന്ന കല്ലുകളാണ്. ഡിസൈനിങ് എങ്ങനെ ഉണ്ടാക്കാന്നാണ്, ടൂറിസ്റ്റ് മേഖല എങ്ങനെ മാറ്റാമെന്നാണ് ഇവർ നോക്കുന്നത്. കുട്ടികൾ പിന്നെ മോനെ ഇത് ചെക്കൻ ദേവട്ടിനെയും കൊണ്ടുവരികയാണെങ്കിൽ ദേവട്ടിന് മുതലായിരുന്നത് ഇല്ല. ഒരു സ്പോർട്സ് 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 ഉണ്ട് കാട്ടത്തൊക്കെ. മൂന്ന് വീലുള്ള വണ്ടികൾ. ഞാൻ ഈ വണ്ടികൾ നേരിട്ട് എവിടെയും കണ്ടു കേട്ടോ. ഇതുവരെയായിട്ട് കണ്ടില്ല. ഞാൻ വീഡിയോയിൽ പോലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ വണ്ടികളൊന്നും. നൈസ്. ഇതൊക്കെ സ്പോർട്സാണ് കേട്ടോ. ഇവിടെ വേറത് ഇത് കുറച്ച് പഴയ മോഡൽ വണ്ടികളാണ്. ഈ വണ്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഈസി അടിക്കാനുള്ളൂ. അത് ചെറിയ ബാൻ നോക്ക് എന്താണ് സിംഗിൾ റിവർ JCB. ഇത് മിനി ബൈക്ക് കാർ ബൈക്ക്. പണ്ടത്തെ പെട്രോളിക് സിസ്റ്റമൊക്കെ ഉണ്ട് കേട്ടോ. പോളി ഗ്യാസ്.
മൊബൈൽ ഗ്യാസ് ഡിസ്പ്ലേ അല്ല, മീറ്ററാണ്. ഓപ്പൺ ദി ഡോർ നല്ലത് തുറക്കട്ടോ. ഓപ്പൺ ദി ഡോർ. തുറന്നത് തള്ളി വിടും. ബുദ്ധൻ്റെ വലിയ പ്രതിമകൾ. ആരും